ജനങ്ങളുമായിട്ട് ഏറ്റവും നന്നായി സംവദിക്കാൻ കഴിയുന്ന ഒരു മീഡിയം എന്നാണ് സിനിമയെ കാണുന്നത്. ഇപ്പോൾ അഫ്സൽ ഗുരുവിനെ നായകനാക്കി സിനിമ വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അത് അബോർട്ട് ചെയ്തു പോകാൻ കാരണം ആ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ച് മുൻകൈ എടുത്തിരുന്ന രണ്ട് മലയാളികളായിരുന്നു. ഒന്ന് പി കോയ എന്ന് പറയും, അദ്ദേഹം ഇപ്പോൾ ജയിലിലായത് വെറുതെ ഒന്നുമല്ല, UAPA കേസിലാണ്. അദ്ദേഹം അറസ്റ്റിലായത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനായ സിദ്ദിഖ് കാപ്പൻ്റെ മൊഴിയെ തുടർന്നാണ്. സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തറിയാമല്ലോ, ഹത്രാസിൽ പോകുന്ന വഴിക്ക് കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ തീവ്രവാദ കേസിലെ പ്രതികൾ അതിൻ്റെ ഒപ്പം പോയി. ഒരു മാധ്യമം പോലും, അഴിമുഖത്തിൻ്റെ ആളായിരുന്നു. NFI സോറസിൻ്റെ ഫണ്ട് പറ്റുന്ന NFIയുടെ, സോറസിൻ്റെ ഏജൻസിയായ NFIയുടെ ഒരു ഫ്രാഞ്ചൈസി പോലെ പ്രവർത്തിച്ച സ്ഥാപനമാണ് അഴിമുഖം. കേരളത്തിലെ 15 മാധ്യമ പ്രവർത്തകർക്ക് മോദി സർക്കാരിനെതിരെ ലേഖനം എഴുതാൻ ലേഖനം ഒന്നിന് 30,000 രൂപ വെച്ച് കൊടുത്തത് NFI എന്ന് പറഞ്ഞ ഈ ഓർഗനൈസേഷനാണ്. ഫോറസ്റ്റിൻ്റെ ഫണ്ട് ഓർഗനൈസേഷൻ. അതിൻ്റെ ആളുകളുടെ പേരുകളൊക്കെ അറിയാം. 15ഓളം മലയാളികൾക്ക്. എല്ലാവരുടെയും പേര് പറയുന്നില്ല. സിദ്ദിഖ് കാപ്പനില്ല പേരില്ല, പക്ഷേ വേറെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ സിദ്ദിഖ് കാപ്പൻ്റെ ഏജൻസി ആയിരുന്നു ഇതിൻ്റെ NFIയുടെ കേരളത്തിലെ മുഖം. അപ്പോൾ സിദ്ദിഖ് കാപ്പൻ്റെ ഒരു പ്രൊജക്റ്റായിരുന്നു അഫ്സൽ ഗുരുവിനെ കുറിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത്. ഈ അഫ്സൽ ഗുരു ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? അഫ്സൽ ഗുരു നമ്മുടെ പാർലമെൻറ്റ് ആക്രമണ കേസിലെ പ്രതിയാണ്. പാർലമെൻറ്റ് ആക്രമണ കേസിൽ ഇയാൾ ബാരാമുള്ളയിൽ ജനിച്ചാണ്. 1969 ജൂൺ 30, ഈ മാസം 30-ാം തീയതി. വേണമെങ്കിൽ ജൂൺ 30 അഫ്സൽ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ആഘോഷിക്കാം. അപ്പോൾ ജൂൺ 30-ാം തീയതി, ഇനി 10-15 ദിവസം കൂടെ ഉള്ളൂ. ജൂൺ 30 കൊച്ചിയിൽ പറയണം, അഫ്സൽ ഗുരുവിന് വേണ്ടി ഇവിടെ മയ്യത്ത് നമസ്കാരമൊക്കെ നടത്തിയതാണ് കൊച്ചിയിൽ. മറ്റു പലയിടത്തും നടന്നിട്ടുണ്ടാവാം. അപ്പോൾ അഫ്സൽ ഗുരു ആണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് പറഞ്ഞത്. 2001 പാർലമെൻറ്റ് ആക്രമണം നടത്തിയത്. നോക്കൂ, ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റോ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പോലുമല്ല, പാർലമെൻറ്റാണ്. അവിടെയാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. ആ നിയമങ്ങൾ ഉണ്ടാക്കിയാലാണ് സുപ്രീം കോടതി പോലും പ്രവർത്തിക്കത്തുള്ളൂ. നിയമനിർമ്മാണ സഭയാണ് നിയമസഭകളും പാർലമെൻറ്റുകളും. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഐക്കൺ എന്ന് പറയുന്നതാണ് പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടു. അതിൻ്റെ വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണ്, സിനിമകളും വന്നിട്ടുണ്ട്. അപ്പോൾ ലോകത്തൊരു രാജ്യവും ഒരു ജനാധിപത്യ രാജ്യവും അവരുടെ പരമോന്നത ജനാധിപത്യ വേദിയായ പാർലമെൻറ്റ് ആക്രമണത്തെ ടോളറേറ്റ് ചെയ്തില്ല. എന്നിട്ട് പാകിസ്ഥാൻ അയച്ച ആളുകൾ ഇവിടെ വന്ന് നിരവധി ആളുകളെ കൊന്ന് പിടിക്കപ്പെട്ടു, കുറച്ച് പേർ കൊല്ലപ്പെട്ടു. പക്ഷേ ഇന്ത്യ ഒരു ചെറുവിരൽ കൊണ്ട് പോലും പാകിസ്ഥാനെ നുള്ളി നോവിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഇന്ത്യ അങ്ങ് സഹിച്ചു. സർവം സഹ എന്നൊക്കെ പറയുന്ന പോലെ. ഒരുപക്ഷെ മോദിയുടെ കാലത്താണെങ്കിൽ പാകിസ്ഥാൻ ചിലപ്പോൾ ഇപ്പോൾ ഭൂമി കാണില്ലായിരുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ ഏതായാലും പാർലമെൻറ്റ് ആക്രമണം കഴിഞ്ഞു. 2009 ഫെബ്രുവരിയിലാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാർ പരിശീലനം കൊടുത്ത തീവ്രവാദികളാണ് പാർലമെൻറ്റ് ആക്രമിച്ചത്. ഇവർക്ക് ദില്ലിയിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത ആളാണ് അഫ്സൽ ഗുരു. ഒരുക്കി കൊടുത്തു. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ പരിശീലനം കിട്ടിയ ഈ തീവ്രവാദികൾ ജെയ്ഷെ മുഹമ്മദ് ആണ് ആക്രമണം നടത്തിയത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം മുമ്പൊരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, മുഹമ്മദിൻ്റെ പോരാളികളാണ് ഈ വന്നിരിക്കുന്ന തീവ്രവാദ സംഘടന. ആ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകരാണ് ആക്രമിച്ചത്. അപ്പോൾ ഇവർ ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അഫ്സൽ ഗുരുവിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നു. ആ കമ്മ്യൂണിക്കേഷൻ ട്രാപ്പ് ചെയ്താണ് അഫ്സൽ ഗുരുവിനെ പിടിച്ചത്. അപ്പോൾ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളാണ്. ഡിജിറ്റൽ തെളിവുകൾ ആധാരമാക്കിയിട്ടാണ് അഫ്സൽ ഗുരുവിനെ പിടിച്ചു. അഫ്സൽ ഗുരുവിനെ വിചാരണ ചെയ്തു. ഒടുവിൽ അഫ്സൽ ഗുരുവിനെ ഹാങ് ചെയ്ത് തൂങ്ങിക്കൊല്ലുന്നത് എന്നാണെന്ന് പറഞ്ഞിരുന്നില്ല. അത് രഹസ്യമാക്കിയാണ് ചെയ്തത്. കാരണം ഇവിടെ കുറേ ആളുകൾ അഫ്സൽ ഗുരുവിനെ സപ്പോർട്ട് ചെയ്യുന്ന, പാർലമെൻറ്റ് ആക്രമിച്ചാൽ എന്ത്, അഫ്സൽ ഗുരു ഹീറോ, അയാൾ നിരപരാധിയാണ്, ഇതൊക്കെ സാഹചര്യ തെളിവല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വാദിച്ച കുറേ ആളുകളുണ്ട്. അതുകൊണ്ട് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ഒരു പറ്റം ആളുകൾ ഇരിക്കുമെന്നുള്ളതുകൊണ്ട് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന കാര്യം തൂക്കിക്കൊന്നതിന് ശേഷം, ഹാങ് ചെയ്തതിന് ശേഷമാണ് പുറത്തറിയിച്ചത്. എന്നിട്ട് ബോഡി വിട്ടുകൊടുത്തുമില്ല. അഫ്സൽ ഗുരുവിനെതിരെ ഈ പറഞ്ഞ പോലെ തീവ്രവാദ കേസൊന്നും നിൽക്കുന്നില്ല. സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ. സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചിട്ട് രാജ്യത്ത് ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട ആളല്ല അഫ്സൽ ഗുരു. 100 കണക്കിന് ആളുകളെ സാഹചര്യ തെളിവുകൾ വെച്ചിട്ട്
വധശിക്ഷ അടക്കം നമ്മുടെ രാജ്യത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അഫ്സൽ ഗുരു നിരപരാധി, അഫ്സൽ ഗുരു പാവാട എന്നൊരു കാമ്പയിൻ അന്ന് നടന്നു. ആ കാമ്പയിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് ഇപ്പോൾ പ്രസക്തമാണ്. അരുന്ധതി റോയ് എന്നായിരുന്നു. ഓ അത് ശരി. കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുക്കണം എന്ന് വാദിക്കുന്ന മഹദി അവരാണ് അന്ന് നടന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ല. ബോഡി വിട്ടുകൊടുത്താൽ എന്തായിരിക്കും? പിന്നെ അനുസ്മരണം അവിടെ വെച്ചിട്ട് അത് അടക്കിയ സ്ഥലത്ത് കബറുണ്ടാക്കി ആരാധനയും ചിലപ്പോൾ വാഴ്ത്തപ്പെട്ടവനും ഒക്കെ ആയി രാജ്യവിരുദ്ധരുടെ ഒരു ആരാധനാ കേന്ദ്രമായി മാറുമെന്നുള്ളതുകൊണ്ട് ഒസാമ ബിൻ ലാദനെ ഓപ്പറേഷൻ ജെറോണിമോ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി അമേരിക്ക പാകിസ്ഥാനിൽ ചെന്ന് പിടിച്ചുകൊണ്ട് പോയി കൊന്നു. അതെ. എവിടെയാ ബോഡി? കടലിൽ എവിടെയോ കൊണ്ട് തട്ടി ചാരമാക്കിയിട്ട് എങ്ങനെ അറിയില്ല. ചാരമാക്കി കടലിൽ ഒഴുക്കുന്നുണ്ട്, ബോഡി കല്ല് കെട്ടി കടലിൽ പല വെർഷൻസ് ഉണ്ട്. എന്തായാലും കൊടുത്തില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫൈഡ് രഹസ്യങ്ങളിലൊന്നാണ് ഒസാമ ബിൻ ലാദൻ്റെ ബോഡിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. എന്ന് പറയുന്ന പോലെ അഫ്സൽ ഗുരുവിനെ എവിടെയാണ് അടക്കിയിരിക്കുന്നുള്ളത് ക്ലാസിഫൈ ചെയ്ത് നമ്മുടെ സർക്കാർ സൂക്ഷിച്ചു. അത് ശരിയല്ല, അയാളുടെ ബോഡി വിട്ടുകൊടുക്കണം അഫ്സൽ ഗുരുവിൻ്റെ. എന്നിട്ട് വേണം അത് വെച്ച് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും ജാഥ നടത്താനെന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുണ്ട്, CPM എന്ന് പറയും. അത് ശരി. സിനിമ അറിയില്ലത്. CPM അതിനുവേണ്ടി ആവശ്യപ്പെട്ടാണ് അഫ്സൽ ഗുരുവിൻ്റെ ജഡം വിട്ടുകൊടുക്കാത്ത മോശമായി പ്രതിഷേധിക്കുന്നു എന്ന് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് ജനറൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയതാണ്. അപ്പോൾ ഈ അഫ്സൽ ഗുരു, ഇതാണ് അഫ്സൽ ഗുരുവിൻ്റെ കഥ. ഈ അഫ്സൽ ഗുരു തിഹാർ ജയിലിലാണ് കഴിഞ്ഞത്. തിഹാർ ജയിലിൽ ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു. ഈ സൂപ്രണ്ടിൻ്റെ പേര് സുനിൽ ഗുപ്ത എന്നായിരുന്നു. അദ്ദേഹം 40 വർഷക്കാലം ജയിലറായിരുന്നു. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ബ്ലാക്ക് വാറണ്ട്. ബ്ലാക്ക് വാറണ്ട് എന്ന് പറഞ്ഞാൽ മരണശിക്ഷ വിധിച്ചിരിക്കുന്ന വാറണ്ടാണ്. ഒരാളെ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാളെ തൂക്കിലിടാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്ന വാറണ്ടാണ്, ഉത്തരവിനാണ് ബ്ലാക്ക് വാറണ്ട് എന്ന് പറയുന്നത്. ബ്ലാക്ക് വാറണ്ട് എ കൺഫഷൻ ഓഫ് എ ജയിലർ. കൺഫഷൻ, ഒരു ജയിലറുടെ ഏറ്റുപറച്ചിൽ എന്നാണ് പുസ്തകം. അദ്ദേഹം പറയുകയാണ് നിരപരാധിയായ അഫ്സൽ ഗുരുവിനെ ഈ പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത് സുനേത്ര ചൗധരി എന്ന് പറയുന്ന, നേരത്തെ NDTVയിലും ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിലും മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്യുന്ന സുനേത്ര ചൗധരിയാണ് സുനിൽ ഗുപ്തയുടെ ഈ ആത്മകഥ തന്നെത്താനിടുന്ന ആത്മകഥ മറ്റൊരാൾ ഇടാറില്ല, ജീവചരിത്രമാണ് മറ്റൊരാൾ ഇടുന്നത്. ഏതായാലും ആത്മകഥ എന്ന് പറഞ്ഞിട്ട് സുനിൽ ഗുപ്തയുടെ ആത്മകഥ സുനേത്ര ചൗധരിയാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ആത്മകഥയിൽ സുനിൽ ഗുപ്തയാണോ സുനേത്ര ചൗധരിയാണോ പറയുന്നറിയില്ല, അഫ്സൽ ഗുരുവിനെ കൊണ്ടുവരുന്നത്, അദ്ദേഹത്തെ കൊണ്ടുവന്ന് കൊലമരത്തിലേക്ക് കയറ്റി കഴുത്തിൽ കുടുക്കിടുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയായിരുന്നു. ജയിൽ സൂപ്രണ്ട് എൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ രാജ്യത്തെ പൗരന്മാരെയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിനെയും ആക്രമിച്ച ഒരു കുറ്റവാളിയെ ഇന്ത്യൻ നീതിന്യായ പീഠം വിചാരണ നടത്തി കുറ്റക്കാരനാണെന്ന് കണ്ട് വധശിക്ഷ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ വധശിക്ഷ വിധിച്ചാൽ, ഇപ്പോൾ ജില്ലാ കോടതി, സെഷൻസ് കോടതിക്കാണ് വധശിക്ഷ വിധിക്കാനുള്ള അധികാരമുള്ളത്. വധശിക്ഷ വിധിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ജഡ്ജിക്ക് അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല. അത് വിത്ത് കൺഫർമേഷൻ ഓഫ് ദ ഹയർ കോടതിയാണ്. ഹൈക്കോടതിയുടെ കൺഫർമേഷനായി കൺസൾട്ട് ചെയ്തിട്ടാണ് വിധിക്കുന്നത്. അപ്പോൾ അത് ഒരു കൺസൾട്ടേഷൻ ഉണ്ട്. പിന്നീട് ഹൈക്കോടതി അതിൻ്റെ ലീഗാലിറ്റി മുഴുവൻ പരിഗണിച്ച് വധശിക്ഷ വേണോ, ഇളവ് കൊടുക്കണോ, വിട്ടയക്കണോ എന്ന് തീരുമാനിക്കും. പക്ഷേ ഡ്യൂ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ രാജ്യത്തെ നീതിന്യായ പ്രക്രിയ സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതി വരെ പരിഗണിച്ചാണ് അഫ്സൽ ഗുരുവിൻ്റെ വധശിക്ഷ നടപ്പാക്കിയത്. അല്ലാതെ പിടിച്ചോണ്ട് പോയി വെടിവെച്ചില്ലായിരുന്നു. അയാളെ കേസ് ചാർജ് ചെയ്തു, റിമാൻഡ് ചെയ്തു, ചാർജ് ഷീറ്റ് കൊടുത്തു, ട്രയൽ ചെയ്തു, അപ്പീൽസ് വന്നു, ഒടുവിലാണ് വധശിക്ഷ കൺഫേം ചെയ്തത്. എന്നിട്ട് അരുന്ധതി റോയിയും അടക്കമുള്ളവർ CPM-ഉം പറയുന്നത് തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ അയാളെ ബോഡിയൊക്കെ വിട്ടുകൊടുക്കണം, പ്രതിഷേധമൊക്കെ നടത്തിയത്. അരുന്ധതി റോയിയൊക്കെ പറയുന്നത് ഇത് നിയമത്തെ അട്ടിമറിച്ച് നടത്തിയതാണ്. എങ്ങനെയാണ് വിചാരണ കോടതി, അപ്പീൽ കോടതികൾ ഒക്കെ തീരുമാനിക്കുന്നത് നിയമത്തെ അട്ടിമറിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും കോടതികളിലും നീതിന്യായ റൂൾ ഓഫ് ലോയിലും വിശ്വാസമില്ലാത്ത ആളുകൾക്ക് മാത്രമേ ഒരാളെ വധശിക്ഷ വിധിച്ചത് നമ്മുടെ നിയമ നടപടികൾ പാലിക്കാതെയാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം കോടതികൾ അങ്ങനെയാണല്ലോ. വിചാരണ കോടതി, ജില്ലാ കോടതിയുടെ റാങ്കിലുള്ള കോടതിക്കാണ്, സെഷൻസ് കോടതിക്കാണ് വധശിക്ഷ വിധിക്കാനുള്ള അധികാരമുള്ളൂ. അതിനൊരു ഹൈക്കോടതിയിൽ അപ്പീലുണ്ട്, സുപ്രീം കോടതിയിൽ അപ്പീലുണ്ട്. ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു പ്രക്രിയയ്ക്ക് ശേഷമാണ് വധശിക്ഷ വിധിച്ചത്. അത് നിയമപരമല്ല എന്നാണ് പറയുന്നത്. ടെക്നിക്കാലിറ്റി പറയുന്നത് സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചിട്ട്, സാഹചര്യ തെളിവുകൾ ഇയാളാണ് ഒളിവിൽ താമസിപ്പിച്ചതിനുള്ള തെളിവുണ്ട്.
രണ്ട്, ഈ തീവ്രവാദികൾ ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുമ്പുമായി അവരുമായിട്ടുള്ള സംഭാഷണം ഇൻ്റർസെപ്റ്റ് ചെയ്ത് ടെലഫോൺ ടാപ്പ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും മാത്രം വെച്ചുകൊണ്ട് വധശിക്ഷ വിധിക്കാൻ പാടില്ല. പിന്നെന്താണ്, ഇയാൾ തോക്കും പിടിച്ചുകൊണ്ട് പോകണോ? കാരണം സെക്ഷൻ 120B ഗൂഢാലോചന കുറ്റമാണ്. ഗൂഢാലോചനയിൽ നമ്മൾ രണ്ടുപേരോട് ഇരുന്നിട്ട് ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു, എന്നിട്ട് ഞാൻ പോയി കൊല്ലുവാണ്. കൊന്നത് ഞാൻ മാത്രമാണെങ്കിലും ഗൂഢാലോചനയിൽ രണ്ടുപേരും താങ്കളും കൂടെ പങ്കാണെങ്കിൽ രണ്ടുപേർക്കും ഒരേ ശിക്ഷ കിട്ടും. അപ്പോൾ ഈ വധശിക്ഷയ്ക്ക് അർഹനാകുന്ന എല്ലാ ലീഗൽ ഇൻഗ്രീഡിയൻസും അഫ്സൽ ഗുരുവിൻ്റെ കേസിലുണ്ടായിരുന്നു. എന്നിട്ടാണ് അയാളെ തൂക്കിലേറ്റിയത്. അത് തെറ്റായി പോയി എന്ന് അരുന്ധതി റോയി എന്നുള്ള ഇന്ത്യയെ ഛിന്നഭിന്നമാക്കണമെന്നുള്ള സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇന്ത്യൻ സർക്കാരിൽ ജയിലറായിരുന്ന ഒരു ജയിൽ സൂപ്രണ്ട് പറയുകയാണ്, അയാളെ തൂക്കിലേറ്റിയപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. ഇയാൾക്ക് എന്ത് മെക്കാനിസം ഉള്ളത്? ഇയാൾ ഈ പറയുന്ന അഫ്സൽ ഗുരു കുറ്റവാളിയല്ല, നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് അന്വേഷണം, എന്ത് ഇൻഫർമേഷനാണ് ഈ സുനിൽ ഗുപ്ത എന്നുള്ള ജയിലർക്ക് കിട്ടിയിട്ടുള്ളത്? ഒന്നുമില്ല. ഇയാൾ ഈ നാറേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. കാരണം അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് തെളിവുകളൊക്കെ കണ്ട് ഇതെല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടല്ലേ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നത്. അതെ. ഇയാൾക്ക് പരമാവധി വായിച്ചിരിക്കാൻ പറ്റുക ഇയാൾ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കുന്ന കോടതിയുടെ വിധിന്യായം വായിച്ചിരിക്കാം. വിധിന്യായം എന്തായാലും ജയിൽ സൂപ്രണ്ടിൻ്റെ പക്കൽ ഉണ്ടാവും. ആ വിധിന്യായം വായിക്കുമ്പോൾ ഇയാളുടെ കുറ്റകൃത്യത്തിലെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ടാണ് വിധിന്യായം വരിക. അത് വായിച്ചാൽ ഇയാൾ അതിന് ഓപ്പോസിറ്റ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ സുനിൽ ഗുപ്ത എന്ന് പറയുന്ന ഈ ജയിലർ കഴിഞ്ഞ 40 വർഷക്കാലം ജയിലറായിരുന്നുകൊണ്ട് രാജ്യദ്രോഹ കേസിലും വിഘടനവാദ കേസുകളിലും ഭീകരവാദ കേസുകളിലൊക്കെ പ്രതികളായി വരുന്ന ആളുകളോട് എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളതെന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏതായാലും ഈ പുസ്തകമാണ് സിനിമയാക്കാൻ ഉദ്ദേശിച്ചത്. സിനിമയാക്കാൻ ഉദ്ദേശിച്ച് അതിനുള്ള നീക്കങ്ങളൊക്കെ സിദ്ദീഖ് അപ്പൻ്റെയും പി കോയയുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. പക്ഷേ കോയ അകത്തോട്ട് പോയതോടുകൂടി ഈ പരിപാടിയൊക്കെ പാളി. പക്ഷേ ഇതിൻ്റെ റൈറ്റ് ആന്തോളൻ ഫിലിംസ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ആന്തോളൻ ഫിലിംസിനാണ് ഈ പുസ്തകം സിനിമയാക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നത്. ആ റൈറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് കോൺഫ്ലുവൻസ് മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കീഴിലാണ്. കോൺഫ്ലുവൻസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഞാനൊരു സൂചനയോടെ തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കോൺഫ്ലുവൻസ് മീഡിയയുടെ മുൻകൈയിലാണ് കൊച്ചിയിൽ കട്ടിംഗ് സൗത്ത് എന്നുള്ള സെമിനാർ കേരള മീഡിയ അക്കാഡമിയെ കൂടെ ബന്ധപ്പെടുത്തി അതിൻ്റെ കൂടെ ഫണ്ട് മേടിച്ച് നമ്മുടെ എറണാകുളം ടൗൺ ഹാളിൽ നടന്നത്. അതെ, കോൺഫ്ലുവൻസ് മീഡിയ അവരാണ് ഇതിൻ്റെ കേൾക്കും തീർന്നില്ല. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നീക്കി. ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവർ ശ്രീധരൻപിള്ളയെ വിളിച്ചിരുന്നു. ശ്രീധരൻപിള്ള പങ്കെടുത്തില്ല. ഗോവ ഗവർണർ അദ്ദേഹം പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി വരുമെന്ന് പറഞ്ഞു. ഒടുവിൽ വലിയ വിവാദമായി. ഇന്ത്യയെ സൗത്തിനെ മുറിച്ചു മാറ്റണം എന്നുള്ള പേരിട്ട് അതുപോലത്തെ ഒരു പടവും ഇന്ത്യയുടെ താഴെ സൗത്ത് സ്റ്റേറ്റ്സിനെ പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് കട്ടിംഗ് സൗത്ത് എന്നുള്ള സെമിനാറിൽ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്നത് മുഖ്യമന്ത്രി വഹിക്കുന്നത് ചിലപ്പോൾ പണിയാവുമെന്ന് കരുതിയിട്ട് മാനസികമായ പിന്തുണയൊക്കെ ഉണ്ടെങ്കിലും സർക്കാരിൻ്റെ ഏജൻസിയായ മീഡിയ അക്കാഡമിയുടെ കാശ് കൊടുത്ത് വരെ സഹായിച്ച പിണറായി വിജയൻ വന്നില്ല. അതിൻ്റെ ഈ കോൺഫ്ലുവൻസ് മീഡിയ എന്ന് പറയുന്നത് രാജ്യത്തെ വിഖ്യാതനായ അന്വേഷണാത്മക പത്രപ്രവർത്തകരായ ഈ കട്ടിംഗ് സൗത്തിൻ്റെയൊക്കെ ഇതിൻ്റെ സംഘാടകരുടെ ഭാഗമായിരുന്ന ജോസി ജോസഫാണ്. ജോസി ജോസഫിൻ്റെ കോൺഫ്ലുവൻസ് മീഡിയ ഇതിപ്പോൾ സിനിമ നടക്കാത്ത കാരണം വെബ് സീരീസായിട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് കേൾക്കണം. ഇതേ സാധനം വെബ് സീരീസായിട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ നെറ്റ്ഫ്ലിക്സോ അതുപോലുള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് വാറൻറ്റ് എന്നുള്ളത് സിനിമയാക്കാനുള്ള ആലോചന നടക്കുന്നു എന്നാണ് ലഭ്യമായ വിവരം. അപ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ ജോസി ജോസ് ഉൾപ്പെടെയുള്ള ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ സമീപകാലത്ത് വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു, വലിയ പ്രതിഷേധം അറിയിച്ചു. അതായത് സർക്കാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് ചില നിയന്ത്രണം കൊണ്ടുവരാൻ പോവുക. ഇപ്പോൾ നമ്മൾ കുറേ OTT പ്ലാറ്റ്ഫോമുകളുണ്ട്. അതെ, നമ്മൾ കാണുന്ന സോണി ലീവ്, ഡിസ്നി ഹോട്ട്സ്റ്റാർ ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു നിയന്ത്രണവുമില്ല. സിനിമകളൊക്കെ സെൻസർഷിപ്പ് കിട്ടിയ സിനിമകൾ കാണിക്കും. എന്നാൽ അവർ നിർമ്മിക്കുന്ന കുറേ കണ്ടന്റ് ഉണ്ട്, വെബ് സീരീസ്, ഇതിനൊരു സെൻസർഷിപ്പും ഇല്ല. അവർക്ക് ഷൂട്ട് ചെയ്യാം, വന്നിട്ട് പ്രദർശിപ്പിക്കാം OTT. അപ്പോൾ പിന്നെ നമ്മുടെ സെൻസർ ബോർഡിനൊക്കെ എന്താ പ്രസക്തി? ഒരു പ്രസക്തിയില്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ വീട്ടിൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫോണുകളിലുണ്ട്. അപ്പോൾ സെൻസർ ബോർഡ് അപ്രസക്തമാകുന്നു. അതുകൊണ്ട് OTT പ്ലാറ്റ്ഫോമുകളിൽ കാണിക്കുന്ന സീരീസുകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ രണ്ടാം മോദി സർക്കാർ ആലോചിച്ചിരുന്നു. ഈ ടേമിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഉറപ്പായും നടപ്പാകും. ഒരു പിടിയുണ്ടാവും. ഇതിനെതിരെ ഇപ്പോഴേ
ഈ ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ ആ കൂട്ടത്തിൽ ഇവരൊക്കെ ഉണ്ട്, സമരത്തിലാണ്. കാരണം അവർക്ക് ഇത്തരം രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം ഇല്ലാണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് സെൻസർ ബോർഡാവാം, സെൻസർ ബോർഡ് കാണിക്കുന്നത് പോലെയുള്ള തന്നെയുള്ള സിനിമകളാണ് സെൻസർ ചെയ്യപ്പെടേണ്ട. പല OTT ചാനലുകളെയും സിനിമകളൊക്കെ സീരീസുകൾ കണ്ടു നോക്കൂ. ഒന്നാമത് പച്ച രതി വൈകൃതങ്ങൾ പോലും കാണിക്കുന്ന ചില സീരീസുകൾ ചില OTT പ്ലാറ്റ്ഫോമുകളിൽ പോകുന്നുണ്ട്. ഒരു വീട്ടിലൊന്നും വെച്ച് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് ആഭാസകരമായ പച്ച രതി കാണിക്കുന്ന വെബ് സീരീസുകൾ ഇന്ന് OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണ്ടേ? എന്താ പറ്റും, സിനിമയിലാവാമല്ലോ. OTT പ്ലാറ്റ്ഫോമിൽ വീട്ടിലിരുന്ന് കാണുന്നതാണ്, മൊബൈലിൽ കാണാമെന്നുണ്ടെങ്കിൽ ആർക്കും കാണാം. പിന്നെ സിനിമയ്ക്ക് ഈ സെൻസർഷിപ്പും UA എന്നുള്ള സർട്ടിഫിക്കേഷൻ എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല. അതിന് പുതിയൊരു മീഡിയ വരുമ്പോൾ അതിന് നിശ്ചയമായും അതിനെയും റെഗുലറൈസ് ചെയ്യാനുള്ള സംവിധാനം വേണം. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ ഇതേ മാധ്യമ സംഘം അതിനെ എതിർക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ആ നിയമം വരുന്നതിന് മുമ്പ് ഇത്തരം ചില സാധനമൊക്കെ തട്ടിക്കൂട്ടി OTT വഴി കയറ്റാൻ നോക്കൂ. ഭഗത് സിംഗിൻ്റെ കഥയല്ല, രാജ്ഗുരുവിൻ്റെ കഥയല്ല. ആരുടെ കഥയാണ്? അഫ്സൽ ഗുരുവിൻ്റെ കഥ. അതായത് ഇന്ത്യൻ ഭരണകൂടം കുറ്റവാളിയാണെന്ന് കണ്ടെത്തി തൂക്കിലേറ്റിയ. എന്തിന് കുറ്റവാളി? അയാൾ ബലാത്സംഗം ചെയ്തതിനല്ല, കൊലപാതകം നടത്തിയതിനല്ല. രാജ്യത്ത് ഇത് ജനാധിപത്യ രാജ്യം, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കണം, മതേതരത്വം സംരക്ഷിക്കണം, മണ്ണാങ്കട്ടാന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന ഈ ആളുകളുണ്ടല്ലോ, അവർ പറയുകയാണ് പാർലമെന്റ്, ഇത് ഈ ജനാധിപത്യത്തിൻ്റെയൊക്കെ ശ്രീകോവിലാണ് പാർലമെന്റ്. ആ പാർലമെന്റ് ആക്രമിച്ച് പാർലമെന്റിൽ ഇരിക്കുന്ന MP-മാരെയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെയും കൊല്ലാൻ ശ്രമിച്ച, അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത അഫ്സൽ ഗുരുവിനെ മഹാനാക്കിക്കൊണ്ട് സിനിമ നിർമ്മിച്ച് കാണിക്കണം. എന്തൊരു വിരോധാഭാസമാണ്. ഇവരൊക്കെ കട്ടിങ് സൗത്ത് അല്ല, ഇവർ കട്ടിങ് ബ്രോക്കൺ ഇന്ത്യയാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ത്യയെ കഷ്ണമായി ചിതറിപ്പിക്കുക. അതിൻ്റെ അജണ്ടയുമായി നിൽക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് സജീവമാണ്. അവരെ സംബന്ധിച്ച് ഇങ്ങനൊരു നിയമം വരുന്നതിന് മുമ്പ് അഫ്സൽ ഗുരുവിനെയും ഒരു മഹാനാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് മാധ്യമപ്രവർത്തകരുമാണ് എന്നതാണ് സങ്കടകരമായ വസ്തുത. ഏതായാലും ജോസി ജോസഫ് ഈ സിനിമ ചെയ്യുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന ആളാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ ഈ കോൺഫ്ലുവൻസ് മീഡിയ അദ്ദേഹത്തിൻ്റെയാണ്. കോൺഫ്ലുവൻസ് മീഡിയ അങ്ങനെ ഒരു സിനിമ ഇങ്ങനൊരു OTT പ്ലാറ്റ്ഫോമിൽ അഫ്സൽ ഗുരുവിനെ പോലെയുള്ള ഒരാളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഒരു സീരീസ് നിർമ്മിക്കുന്നു എന്നുള്ള വാർത്ത സത്യമാണെങ്കിൽ അത് ഖേദകരമാണ്. ജോസി അതിൽ നിന്ന് പിന്മാറണം എന്നാണ് നമുക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇക്കാലം അത്രയും അദ്ദേഹം ചെയ്ത ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഗുണപരമായ വശങ്ങളെപ്പോലും ഇത് ഇല്ലാതാക്കും. അതുകൊണ്ട് രാജ്യവിരുദ്ധത മുഖമുദ്രയാക്കിയ ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിലും ഒരു സീരീസ് ആണെങ്കിലും ദയവായി ചെയ്യാതിരിക്കുക. അതാണ് ഒരു മാധ്യമപ്രവർത്തകനായ അദ്ദേഹത്തോട് നമുക്ക് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം അത് ചെയ്യില്ല, അതിൽ നിന്ന് പിന്മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം തീരുമാനിക്കട്ടെ.